ഇനി ബീഹാറിലേക്കാണ്. നമുക്കറിയാം ഈ SIR കോലാഹലങ്ങൾക്കൊക്കെ ശേഷം ബീഹാറിൽ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. 2 ഘട്ടങ്ങളിലും വലിയ പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിയത്. അത് മുന്നണികൾക്ക് വലിയ പ്രതീക്ഷയും ഉണർത്തുന്നുണ്ട്. നിരവധി വിഷയങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനിടയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇരു മുന്നണികളും വലിയ തരത്തിൽ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. എത്രയൊക്കെ മുന്നണികൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഈ എക്സിറ്റ് പോൾ ഫലം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരെ ആശങ്കപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ ആശ്വാസപ്പെടുത്താറൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ NDAക്ക് തന്നെയാണ് മുന്നേറ്റം പ്രവചിക്കുന്നത്. ഭരണ തുടർച്ച ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എക്സിറ്റ് പോളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ മഹാസഖ്യം ഉൾപ്പെടെയുള്ള അവരുടെ ഒരു പ്രചാരണ രീതി, അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് പിഴച്ചത് എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, എക്സിറ്റ് പോൾ എത്രത്തോളം അത് നമുക്ക് അകത്തോട്ട് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് എത്രത്തോളം അതുപോലെ തന്നെ ഭവിക്കും എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഈ 2 ദിവസം കൂടി കാത്തിരിക്കാം. 14-ാം തീയതി അറിയാം, ഫലം അറിയാം, ആർക്കൊപ്പമാണ് ബീഹാറിലെ ജനങ്ങൾ എന്നുള്ള കാര്യം. എക്സിറ്റ് പോൾ വിധിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നിഷാദ്, ഈ എക്സിറ്റ് പോളിനെ അങ്ങനെ തന്നെ കണ്ടടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല അമൃത, എക്സിറ്റ് പോൾ ഫലം എന്ന് വെച്ചാൽ ആളുകളുടെ പ്രതികരണം എടുത്തിട്ട് അതിൽ നിന്നുണ്ടാക്കുന്നതാണ്. വോട്ട് ചെയ്തിറങ്ങി വരുന്ന മനുഷ്യന്മാരോട് സംസാരിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മഹാഗഡ്ബന്ധൻ തോക്കുമെന്നും BJP അലയൻസ് ജയിക്കുമെന്നും അവർ ഭരണ തുടർച്ച നേടുമെന്നും പ്രവചിക്കുന്നു. എന്ന് വെച്ചാൽ ആളുകളുടെ ഒരു മൂഡ് അതാണ്. മറ്റന്നാൾ BJP അലയൻസ് ജയിക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കണ്ടേ? അപ്പോൾ നമുക്ക് ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നതല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കണ്ടേ? അല്ലേ അമൃത മനസ്സിലാക്കുന്നത്? എക്സിറ്റ് പോൾ തെറ്റിപ്പോയ സംഭവമുണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകളെല്ലാം ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളിലും ഒരേപോലെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് തന്നെ സംഭവിക്കാതിരിക്കും വിചാരിക്കുന്നില്ല. ഹരിയാനയിലെല്ലാ എക്സിറ്റ് പോളും ഒരുപോലെ പക്ഷെ ഞാൻ പറഞ്ഞ ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം നോക്കൂ. ഒരു വശത്ത് എക്സിറ്റ് പോളുകളെല്ലാം വേറൊരു വശത്ത്. അതെ, അതെന്താ അങ്ങനെ? വലിയൊരു വിരോധാഭാസമാണ്. അതൊരു ഗ്രാൻഡ് ഡിസൈനിലും അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാം. എന്തിനാണ്? നമുക്ക് തന്നെ സംശയങ്ങൾ നേരത്തെ തന്നെ ഇല്ലാതാവുക. നമ്മൾ തന്നെ ജഡ്ജഡ് ആവും, അല്ലെങ്കിൽ നമുക്കൊരു പ്രിജുഡൈസ്ഡ് ആവും. എക്സിറ്റ് പോളെല്ലാം ഇങ്ങനെയാണ്, ജനങ്ങളും അങ്ങനെ ആവും. രാജ്യത്തെ ഒരു സാധാരണ മനുഷ്യന്മാരെല്ലാം അങ്ങനെ ആവും. എക്സിറ്റ് പോളുകളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു, അല്ല ഇവർ ജയിക്കില്ല എന്ന് പറഞ്ഞു. ജയിക്കില്ലായിരിക്കും. അതായിരിക്കും ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടായിരിക്കും, വോട്ട് ചെയ്ത് ജനങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും ഈ എക്സിറ്റ് പോളിൽ ഇങ്ങനെ വന്നത്. അപ്പോൾ വോട്ട് അപ്പുറത്ത് തന്നെ വീണിട്ടുള്ളത് എന്നാണല്ലോ വിചാരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ സംശയങ്ങൾ കുറഞ്ഞല്ലോ, അതാണ് ബേസിക്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഉന്നയിക്കപ്പെട്ടുള്ള വലിയ ആരോപണങ്ങളിലൊന്നാണ് ഒരു ഗ്രാൻഡ് ഡിസൈനിൽ എക്സിറ്റ് പോളുകളെ തന്നെയും മാനിപ്പുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് തന്നെ തോന്നുകയാണ് ജയിക്കാൻ പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫലങ്ങൾ അതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകളിലൂടെ ഉണ്ടായിട്ടുള്ള ഫലങ്ങളെ പോലും നമ്മൾ സ്വയം സാധൂകരിക്കും. ജനങ്ങളുടെ അഭിപ്രായം അങ്ങനെയായിരുന്നല്ലോ, അങ്ങനെ സംശയിക്കുന്നു. അവിടെ മഹാഗഡ്ബന്ധിനകത്ത് വന്നിട്ടുള്ള ആൾക്കാർ തന്നെയും പ്രതികരിക്കുന്നു, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ BJPക്ക് വേണ്ടി സെറ്റ് ഇട്ടിരിക്കുന്നതാണ് ഈ ഫലങ്ങൾ, അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് അവർ പറയാണ്. എന്ന് മാത്രമല്ല, ഞങ്ങൾ ജയിക്കാൻ പോകുന്ന അവർക്ക് അവരുടെ ഇപ്പം തേജസ്വി പറയുന്നുണ്ട്, അവർക്ക് അവരുടെ മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ അവർ ഒരു ഹെൽത്തി എഡ്ജിൽ അവർ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അധികമായി വന്നിട്ടുള്ള വോട്ടുകൾ മുഴുവൻ അവരോടുള്ള അനുഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. ഈ പോളുകൾ മുഴുവൻ തെറ്റാണെന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ മാറ്റി നിർത്തിയാലും ബീഹാറിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാവുന്ന പോലെ സമീപകാലത്തെ പല എക്സിറ്റ് പോളുകളും മുമ്പേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പരാജയം നമ്മൾ കണ്ട സ്ഥലവും ബീഹാറാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കോൺഫിഡൻസ് അവിടെ നിൽക്കുക. ഇത് സംഭവിക്കുന്നതിന് പിന്നിൽ പലതരത്തിലുള്ള കാരണം ഉണ്ടാകുമെന്ന് കൂടി കാണണമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായത് വോട്ടെണ്ണൽ വൈകിപ്പിക്കാനുള്ള ആസൂത്രിതമായ പരിപാടി. ഒരു ഘട്ടം കഴിയുമ്പോൾ വോട്ടെണ്ണൽ പതിയെ ഡിലേ ചെയ്യിപ്പിക്കുക, അതിൻ്റെ വേഗത കുറയ്ക്കുക. അങ്ങനെ വേഗത കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളത് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാം എന്നൊരു ഭയപ്പാട് ഇപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വേഗത കുറയ്ക്കുന്നത് എന്തോ ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ട് അവസാനം ബലം തിരിക്കാനാണെന്നാണ് ഇവർ സംശയിക്കുന്നത്. സീരിയസ് ആയിട്ട് സംശയിക്കുന്നു, എന്തോ തരത്തിലുള്ള അട്ടിമറി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടത്താൻ പോകുന്നുണ്ടോ എന്നുള്ള സംശയം അവർക്കുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിനകത്ത് എന്തോ സംതിങ് സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ രാഹുൽ ഗാന്ധിയൊക്കെ ഭയപ്പെട്ടതുപോലെയുള്ള സംഗതി, കാരണം 48 ലക്ഷം പേരെ പുറത്താക്കിക്കൊണ്ടാണ് ഈ പോളിംഗ് നടന്നിട്ടുള്ളതെന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പം ഇന്നലെ നമ്മൾ ഈ വിഷയം സംസാരിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നെ ഒരു കക്ഷി വിളിച്ചു. അയാൾ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പുള്ളി അവിടെ നിന്നൊരു വ്യവസായിയാണ്. അപ്പോൾ അയാളുടെ കൂടെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇയാളുടെ കൂട്ടത്തിൽ 10-30 പേർ ബീഹാറികളാണ്. അതിൻ്റെ ആക്ച്വൽ കണക്ക് എനിക്കറിയില്ല. അവർ ബീഹാറിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവരുടെ എല്ലാം കയ്യിൽ മഷിയുണ്ട്. അപ്പോൾ ഇവർ പറയാണ്, ഇവർ ചെന്ന സ്ഥലത്ത്, എന്നെ വിളിച്ച് പറഞ്ഞ ആളാണ് കേട്ടോ, അപ്പോൾ ഈ ചെന്ന സ്ഥലത്ത്
ഇവർ ആൻറ്റി ഇൻകമ്പൻസിയുടെ ഭാഗമായിട്ടുള്ള മനുഷ്യന്മാരാണ്. സർക്കാർ വിരുദ്ധ വികാരം ഇവിടെയുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചിട്ടും ബീഹാറിനൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ തൊഴിൽ തേടി വേറെ സംസ്ഥാനങ്ങളിൽ പോയി കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് അവിടെ തൊഴിലില്ല, അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് പോയിട്ട് ഈ ഗവൺമെൻറ് മാറണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാൻ പോകുന്നവരാണ്. അവിടെ നിന്ന് ഇവരെ കൊണ്ട് വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. പോലീസ് തന്നെയാണ് ഇവരെ ഓടിക്കുന്നത്. ഇവർ വരുന്നു, ഇവർ വോട്ട് ചെയ്യുന്നുള്ളതിൻ്റെ കയ്യിൽ മഷി തേക്കുന്നു, പക്ഷേ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ ഒഴിവാക്കുന്നു എന്ന് ഇയാൾ എന്നെ വിളിച്ച് പറഞ്ഞു. സംഭവം ഉണ്ടായിട്ടുണ്ട്, ബീഹാറിൽ നിന്ന് വന്ന ആൾക്കാർ പറയാണ്. പക്ഷെ അവർക്ക് എവിടെയാണ് പരാതിപ്പെടേണ്ടതെന്ന് അറിയില്ല. ആ പരാതിപ്പെടേണ്ട ഏജൻസി ഏതാണോ ആ ഏജൻസിയിലെ ആളുകൾ തന്നെയാണ് ഇവരെ ഓടിക്കുന്നതാണ് ഇയാൾ പറയുന്ന ഒരു സംഗതി. ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം. പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അവസാനത്തെ 5 മണിക്ക് ശേഷം വൻതോതിൽ എന്ത് ചെയ്യും, സ്പൈക്ക് ചെയ്യും വോട്ടിംഗ് ശതമാനം. അത് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രശ്നമാണ്. കണക്ക് ചോദിച്ച അത്തരത്തില്ല. കണക്ക് തരുന്നത് പിറ്റേന്നും കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ. കാരണം കണക്ക് കൊടുത്താൽ എന്തോ ഒരു മാനിപ്പുലേഷൻ നടക്കാനുണ്ട്, അതുകൊണ്ടാണ് കണക്ക് വൈകിപ്പിക്കുന്നത് എന്ന പ്രശ്നമാണ്. കണക്ക് വൈകിപ്പിക്കുന്നുള്ള വസ്തുതയാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ എന്താ പറയുന്നത് കണക്കിൻ്റെ കിട്ടാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതുതന്നെയല്ല, നേരത്തെ പ്രഖ്യാപിച്ച കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മാറ്റി അപ്ഡേറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഈ കേട്ട സംഗതിയായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കിയാൽ അത് കാണാൻ വരുന്ന കാര്യം എന്താണ്, വേറെ എന്തൊക്കെയോ ഇപ്പോൾ ഈ വന്ന വീട്ടിൽ 40 പേര് വന്നു, ആ 40 പേരുടെ വോട്ട് ചെയ്യുന്നില്ല, അവിടെ വെച്ച് ഹോൾഡ് ചെയ്തിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ എല്ലാ വോട്ടും വേറെ ആരോ ചെയ്യുന്നു എന്ന് വിചാരിക്കാമല്ലോ. അപ്പോൾ ബീഹാറാണ് സ്ഥലം ക്രിമിനൽ റേറ്റിൽ ദേശീയ ശരാശരിയേക്കാളും മുകളിൽ നിൽക്കുന്ന എന്തും നടക്കുന്ന സ്ഥലമാണ്. ജംഗിൾ രാജ് എന്ന് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ഭരണകൂടങ്ങൾ. സോ അവിടെ ഇതിന് മുമ്പ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഒരാളുടെ പേരിൽ 22 പേരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് പലയിടത്തും വോട്ട് ചെയ്യുക, പലതരം തട്ടിപ്പ് നടക്കുന്ന ഒരു നാടാണ് ബീഹാർ. മാത്രമല്ല ഹരിയാന അടക്കമുള്ള നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത് നടന്നുകൂടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബീഹാർ പിടിച്ചെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള അട്ടിമറികൾ നടത്തുന്നുള്ള ആക്ഷേപം അവിടെ നിൽക്കെ എങ്ങനെയാണ് മഹാഗഡ്ബന്ധൻ അവിടെ വിജയിക്കാൻ കഴിയുക എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അങ്ങനെ വിജയിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അതൊരു അത്ഭുതകരമായ വിജയമായിരിക്കും. നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഈ തട്ടിപ്പുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്പറിന് മേലെ ജനക്കൂട്ടത്തിൻ്റെ വിശ്വാസതയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അപ്പോൾ അത് ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിനിർണായകമാണ്. BJP ജയിച്ചാൽ, BJP തന്നെ സ്വയം ആലോചിക്കേണ്ട കാര്യം, BJP ജയിച്ചാൽ ജനങ്ങൾ എന്തുമാത്രം ആ വിജയത്തെ ജയിച്ചല്ലോ BJP, അവരെ ജനങ്ങൾ അംഗീകരിച്ചല്ലോ എന്നാണോ കാണുക, ഇത് അങ്ങ് എടുത്തല്ലേ എന്ന മട്ടിലാണോ ജനം കാണുക എന്നത് കാണണം. മറ്റേതാണെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ അപ്പോൾ ആൾക്കാർ ചോദിക്കും, മറ്റേതാണെങ്കിൽ ജനാധിപത്യം, ഇതാണ് തട്ടിപ്പ്. അങ്ങനെയാണോ? ഈ തട്ടിപ്പ് മൊത്തം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. മറ്റേതാണെങ്കിൽ ഈ സാധ്യതകളെ മുഴുവൻ അവർ മറികടന്നു. കാരണം അവരുടെ അധികാരമില്ല, ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഇല്ല, സിസ്റ്റമില്ല, പോലീസില്ല, ഒന്നുമില്ല. ജനങ്ങളെ മാത്രം അണിനിരത്തി അവർ നേടുന്ന വിജയമായിരിക്കും. മറ്റേത് എൻ്റെ സിസ്റ്റം ഇവരുടെ കൂടെയാണ്, പോലീസ് ഇവരുടെ കൂടെ, EC ഇവരുടെ കൂടെ, യാനേഷ് കുമാർ ഇവരുടെ കൂടെ, കംപ്ലീറ്റ് സംവിധാനം ഇവരുടെ കൂടെ. മറ്റവർ ജയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അജിംസ്, എങ്ങനെയായി ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കാണുന്നത്? അമൃത അത്രയും നീണ്ട ഒരു ചോദ്യം ചോദിക്കുമ്പോഴും നിഷാദ് ഇത്ര വിശദമായിട്ട് ഇതിന് മറുപടി പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ശരി വരുവാണ്. അതായത് ബീഹാറിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് ആര് ജയിച്ചാലും ആ ജയം ആര് തീരുമാനിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ജനങ്ങളാണോ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട മൗലികമായ ചോദ്യം. ഇതാണ് ജനങ്ങളാണ് ആര് വിജയിക്കണം, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ന ഉത്തരം കഴിഞ്ഞ കുറേ നാളായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ ഈ ബീഹാറിൽ 1ഉം 2ഉം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും പുറത്തുനിന്ന രസകരമായൊരു കാര്യം, ചില BJP നേതാക്കൾ ഹരിയാനയിലും ഡൽഹിയിലും UP-യിലും ബീഹാറിലും വോട്ട് ചെയ്തിരിക്കുന്നു. അവർ മുമ്പ് ഹരിയാനയിലെ ഇന്ന മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചെയ്തുകൊണ്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ്, ഞാൻ ഹരിയാനയിലെ ഇന്ന മണ്ഡലത്തിൽ ഞാൻ വോട്ട് ചെയ്തു. ഇന്നലെ കാണുന്നത് ഞാൻ ബീഹാറിൽ നിന്ന് വോട്ട് ചെയ്തു. അതിനു മുമ്പ് അവർ UP-യിൽ പോയി വോട്ട് ചെയ്യുന്നു, അവർ ഡൽഹിയിൽ പോയി വോട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആളുകൾ ചോദിക്കുക, ഇതിനൊരു മറുപടി തരൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി ഒന്നുമില്ല. തലേ വർഷം നടന്ന തൊട്ടടുത്ത സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ പോയി വോട്ട് ചെയ്യുന്നു, തൊട്ടപ്പുറം അടുത്ത സംസ്ഥാനത്ത് പോയി വോട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നതെങ്കിൽ ഇത് ആര് ജയിക്കുമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും ആര് ജയിക്കണമെന്നുള്ളത്. ജനങ്ങൾ മുഴുവൻ തീരുമാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തത് വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അവർക്ക് പോൾ ചെയ്യാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ എത്ര ആൾക്കാർ പുറത്താണ്, എത്ര പേർക്ക് അവിടെ വോട്ടുണ്ട്, എത്ര വോട്ടില്ലാത്ത എത്ര ആളുകളുടെ കഥ നമ്മൾ തന്നെ ഡയറക്റ്റ് ബീഹാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താണ്, ഇതവണ വോട്ടില്ല, എനിക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ കഥയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എക്സിറ്റ് പോളുകൾ BJP ജയിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJP തന്നെ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ അതർവൈസ് അതല്ലാതെ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഇൻ കേസ് BJP അല്ല ഇനി മഹാഗഡ്ബന്ധൻ ജയിക്കുകയാണെന്ന് തന്നെ കരുതട്ടെ. മഹാഗഡ്ബന്ധൻ ജയിച്ചാൽ നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ ഈ ഇത്രയും പ്രാതികൂല്യങ്ങൾക്കിടയിൽ ജനങ്ങളുടെ വിൽ പവർ ജയിച്ചതാണോ? അല്ല, അങ്ങനെയല്ല. മഹാഗഡ്ബന്ധൻ ജയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചു എന്നേ അർത്ഥമുള്ളൂ. ഓക്കെ, ഇത്തവണ എടുത്തോടാ. അല്ലാതെ പിന്നെ നിങ്ങൾ എന്തെന്നാണ് പറയുന്നത്? അതായത് എനിക്ക് തോന്നുന്നില്ല
ഈ 2017 ശേഷം, ഞാൻ 2014 പോലും പറയുന്നില്ല, ഞാൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 2017 ശേഷം നടന്നിട്ടുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ തെരഞ്ഞെടുപ്പുകൾക്കെതിരെ എല്ലാം ക്രമക്കേടുകളുടെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും കൃത്യമായ പോളിംഗ് പെർസെൻറ്റേജ്, കൃത്യ വോട്ടിൻ്റെ എണ്ണം അല്ല ചോദിക്കുന്നത്, കൃത്യമായ പോളിംഗ് പെർസെൻറ്റേജ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. എത്ര വോട്ട് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം സ്ഥിരമായി കാണുന്ന പാറ്റേൺ 5 മണിക്ക് ശേഷമുള്ള വോട്ടിംഗ് വർധനയാണ്. 5 മണി വരെ വളരെ സ്ലോ പേസിൽ പോയിക്കൊണ്ട് 5 മണിക്ക് ശേഷം വളരെ പെട്ടെന്ന് സർജ് ചെയ്യുകയാണ്. EVM കുറിച്ചുള്ള നിരന്തരം ആരോപണങ്ങൾ 2017 ശേഷമുള്ള ഒട്ടുമിക്ക സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടതാണ്. EVM ക്രമക്കേടുകൾ. ബീഹാർ തെരഞ്ഞെടുപ്പിലും VVPAT സ്ലിപ്പുകൾ ഹൈവേയിൽ നിന്ന് കണ്ടെടുത്തു. അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഈ ഹൈവേയിൽ നിന്ന് കണ്ടെടുത്ത ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റെഡിമെയ്ഡ് മറുപടി ഉണ്ട്. അത് നേരത്തെ മോക്ക് ഡ്രിൽ നടത്തിയതിൻ്റെ സ്ലിപ്പുകളൊക്കെ ഹൈവേയിലാണ് കളയുന്നത്, അല്ലല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ച, പോൾ ചെയ്യുന്ന എല്ലാ വോട്ടും BJPക്ക് വീഴുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് മോക്ക് ഡ്രില്ലിൽ സംഭവിച്ചതാണ്. മോക്ക് ഡ്രില്ലിനിടയ്ക്കാണ്, യഥാർത്ഥ വോട്ടിങ്ങിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കാത്ത ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പും 2017 ശേഷം കടന്നു പോയിട്ടില്ല. ഇതിനൊന്നും കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുമില്ല. എങ്കിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയിൽ വ്യക്തിപരമായി എനിക്ക് സീരിയസ് ആയ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് പുറത്തു വന്ന എക്സിറ്റ് പോളുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ, ഇനിയിപ്പോൾ മഹാഗഡ്ബന്ധൻ ജയിച്ചാൽ പോലും, ഞാൻ പറയുന്നു, ഇന്ത്യ മുന്നണി പ്രതിപക്ഷം ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും എനിക്ക് സീരിയസ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണി ജയിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, അപ്പോൾ വോട്ടിംഗ് മെഷീന് പ്രശ്നമില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ക്രമക്കേട് ആരോപണമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാണിക്കുക ചോദിക്കാം. അവർ ജയിക്കുമ്പോഴും പ്രശ്നമുണ്ട്. അവർ ജയിക്കുന്നുണ്ടെങ്കിൽ ആ ജയം പോലും ക്രമക്കേടില്ലാത്തതോ സുതാര്യമോ അല്ല എന്നാണ്. അത് ആരോ തീരുമാനിക്കുന്നു, അവർ ജയിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്നു എന്നല്ലാതെ ഈ കാണുന്നതൊന്നും കൃത്യമായ സ്വതന്ത്രമോ നിഷ്പക്ഷമോ സുതാര്യമായ തെരഞ്ഞെടുപ്പാണെന്ന് പറയാൻ പറ്റിയ തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. ശരി, നോക്കാം. ഏതായാലും ഇനിയിപ്പോൾ 2 ദിവസം കൂടിയാണ് ഫലം അറിയാനുള്ളത്. 14-ാം തീയതി അറിയാം ബീഹാർ ആർക്കൊപ്പമാണ് എന്നുള്ള കാര്യം.